എവിടെ പോവാണ്? ഇന്ന് നമ്മളൊരു ഷോപ്പിങ്ങിന് പോവാം കേട്ടോ. ഇന്നത്തെ വ്ളോഗ് ഷോപ്പിംഗ് വ്ളോഗാണ്. നമ്മുടെ അമ്മൂസിൻ്റെ വളകാപ്പ് ഫംഗ്ഷൻ വരാൻ പോവാണ്. അപ്പം അതിൻ്റെ ഒരു കൊച്ചു ഷോപ്പിങ്. അപ്പം ഞങ്ങൾ കുറച്ച് സാരിയൊക്കെ റെഫർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കി. അപ്പോൾ അതൊക്കെ കിട്ടുമോ ഇല്ലോ എന്ന് അറിഞ്ഞുകൂടാ. അപ്പം നമ്മൾ പുളിമൂട്ടിലാണ് പോകുന്നത്, അടൂരുള്ള. അപ്പം നമ്മൾ അതിന് വേണ്ടി റെഡി ആവുകയാണേ. സാരി നോക്കുവാണ്. ബ്ലൗസ് നീലല്ലേ ചേച്ചി? ബ്ലൗസ് ആ കളറല്ലേ? അത് മാറ്റി വെച്ചാലോടാ, നല്ല അതൊന്ന് മാറ്റി വെക്കല്ലേ. ഇത് നല്ല രസമുണ്ടാണ്. ആ ഞങ്ങൾ രണ്ടുപേരും പോലെ ഇന്നല്ല അല്ലേടാ, ഇല്ലാത്ത കളറല്ലേ അമ്മയ്ക്ക് ഇതുവരെ ഒന്ന് പരിപാടിക്ക് വിട്ടിട്ട്. ആ അതുള്ളതല്ലേ? ഇത് നല്ല രസമുണ്ട്, സെയിം ഇത് തന്നെ. ബോർഡർ ഇല്ലാഞ്ഞിട്ടായിരിക്കടാ. രണ്ടുപേരും ഇവിടെ ഒരു പരിചയമില്ലാത്ത പോലെ ഇരിപ്പുണ്ട്. ഞങ്ങൾ കുറേ സാരിയൊക്കെ നോക്കി കേട്ടോ. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ അമ്മയ്ക്കുള്ളതാണ് നോക്കിയത്. അമ്മയ്ക്ക് ഗ്രീൻ കളർ സാരിയാണ് കൂടുതലും ഉള്ളത്. അപ്പം അമ്മ പറഞ്ഞ് ഗ്രീൻ എടുത്തുകൊണ്ട് വന്നേക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഗ്രീനെ തൊടാത്തത്. പിന്നെ പീച്ച് കളറ്, പിന്നെ ലൈറ്റ് ഓറഞ്ച്. ഈ ബോർഡർ നമുക്ക് അങ്ങോട്ട് സെറ്റ് ആകുന്നില്ല. അമ്മയ്ക്ക് ചെറിയ ബോർഡേഴ്സൊക്കെ ഇഷ്ടം. അപ്പം അതിൻ്റെ കുറച്ച് ഇങ്ങനെ കുറേ കളക്ഷൻസ് നോക്കേണ്ടി വന്നു. കിട്ടുന്ന എല്ലാം സാരിക്കും വലിയ ബോർഡേഴ്സ്, അതുപോലെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളേഴ്സ് നമുക്ക് അങ്ങനെ വലിയ പിടുത്തമില്ല. പിന്നെ ലൈറ്റ് ഷെയ്ഡ് കുറേ ഞങ്ങൾ നോക്കിയിട്ട് അങ്ങനെ ഇതിൽ നിന്ന് പറഞ്ഞാൽ ഞങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അമ്മയ്ക്കും കൂടെ. പിന്നെ ഞങ്ങൾ കൂടുതലും ബോർഡേഴ്സ് നോക്കാത്തത്, അമ്മയ്ക്ക് ചെറിയ ബോർഡേഴ്സിനോടാണ് കൂടുതലും താല്പര്യം. വലിയ ഡിസൈൻസ് ഒന്നും ബോഡിയിൽ വരുന്ന ഇഷ്ടമില്ല. അപ്പം അങ്ങനെ കുറേ നോക്കി ഒരു കോഫി ബ്രൗൺ ടൈപ്പുള്ളൊരു സാരി ഏകദേശം നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് മാറ്റി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് നമുക്ക് ഒന്നുകൂടെ ഒന്ന് സെലക്ട് ചെയ്യാമെന്ന് വെച്ചായിരിക്കുന്നത്. കുഴപ്പമില്ലല്ലേ? ഓ ഈ കളറായിരിക്കും ബ്ലൗസ് വരുന്നത്. ആ കളറാ അല്ലേ? ബോർഡറിൻ്റെ ആയിട്ട് നല്ലതല്ലേ? ബോഡിയിൽ ഡിസൈൻ ഇല്ല. ആ അത് നല്ല. എന്നാ അതെടുത്താലോ? അതല്ലെങ്കിൽ ബ്ലൂ കളറെന്നാണ് പറഞ്ഞു. ആ ബ്ലൂവിനൊക്കെ നല്ല ഇതല്ലേ? അമ്മയുടെ 2-3 സാരീസ് നമ്മളങ്ങ് മാറ്റി വെച്ച് ലാസ്റ്റ് നോക്കാമെന്ന് വെച്ച്. പിന്നെ നമ്മൾ അമ്മുവിൻ്റെ സാരി നോക്കുക കേട്ടോ. നമ്മൾ കൂടുതലും വളകാപ്പ് ഫംഗ്ഷൻ ആയതുകൊണ്ട് യെല്ലോ കളർ ഒരു സാരി നോക്കാമെന്ന് വെച്ചിരിക്കുന്നത്. അതിലിങ്ങനെ ബോർഡേഴ്സ് ഗ്രീൻ അല്ലെങ്കിൽ റെഡ്, മജന്ത ഇങ്ങനെ വരുന്നപ്പോൾ ഏതെങ്കിലും നമുക്ക് സെറ്റാകുന്ന നോക്കാമെന്ന് വെച്ചിരിക്കുന്നത്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറച്ച് റെഫറൻസൊക്കെ നോക്കിയിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റായി എക്സാക്റ്റ് യെല്ലോ അങ്ങോട്ട് കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ അവിടുത്തെ ചേച്ചിമാർ പറഞ്ഞ സീസൺ ഇപ്പോൾ ഒന്നും അല്ലാത്തതുകൊണ്ടാണ്. പിന്നെ ഓണമൊക്കെ വരുമ്പോഴാണ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ കളക്ഷൻസ് വരുന്നത്. നമ്മൾ പോയേക്കുന്ന പുളിമൂട്ടി സിൽസിലാണ് അടൂരുള്ളത്. അപ്പോൾ നമ്മൾ യെല്ലോ വിട്ടൊരു കളിയില്ല കേട്ടോ. യെല്ലോ തന്നെ കുറേ ചേച്ചിമാരെ കൊണ്ട് എടുപ്പിച്ചു. പക്ഷേ ബോർഡേഴ്സ് വരുമ്പം കളർ അങ്ങോട്ട് സെറ്റ് ആകുന്നില്ലായിരുന്നു. പിന്നെ ബനാറസി ടൈപ്പുള്ള സാരീസൊക്കെ നോക്കി, പിന്നെ ബ്രൊക്കേഡ് വരുന്നതൊക്കെ നോക്കി. ഈ ബോർഡറിൻ്റെ ഒരു ഇഷ്യൂ കൊണ്ട് പിന്നെ ലാസ്റ്റ് നമ്മൾ 2 സെലക്ട് ചെയ്ത് വെച്ചു. അപ്പോൾ അത് 2 ജസ്റ്റ് ഒന്ന് ഉടുത്ത് നോക്കിയിട്ട് ഫിക്സ് ചെയ്യാമെന്ന് വെച്ചിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ വേറെ കളേഴ്സൂടെ നോക്കി. കൂടുതലും ട്രഡീഷണൽ ടൈപ്പ് ഒരു ഫംഗ്ഷൻ ആയതുകൊണ്ട് നമ്മൾ ഈ യെല്ലോ ടൈപ്പ് തന്നെ പിന്നെ അങ്ങ് നോക്കാമെന്ന് വിചാരിച്ചാൽ ആ ഒരു ടച്ച് വിട്ടു പോകുമെന്ന് വെച്ച് നമ്മൾ യെല്ലോയെ തന്നെ പിന്നെയും പിടിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഫോട്ടോയിലാണ് രസമുണ്ട്. മറ്റേ അവരുടെ ഫോട്ടോയിലാണ് ഈ മാങ്ങ മഞ്ഞയൊക്കെ ഇല്ലേ, അതായി ഉദ്ദേശിച്ചത്.
അങ്ങനെ നമ്മൾ കുറേ നോക്കി ലാസ്റ്റ് രണ്ടെണ്ണം നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചു. ഒന്ന് യെല്ലോ വിത്ത് റെഡ് കളർ ബോർഡർ, ഒന്ന് യെല്ലോ വിത്ത് ഗ്രീൻ കളർ ബോർഡർ. നമുക്ക് എല്ലാം കൂടെ കണ്ടപ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ വന്നു. കാരണം യെല്ലോയിൽ തന്നെ പല കളേഴ്സും ബോർഡേഴ്സായിട്ട് വരുന്ന കുറേ ടൈപ്പ് ഉണ്ട് അവിടെ. പിന്നെ നമ്മൾ ഈ നോക്കുന്നതൊക്കെ ഒരു 4000 തൊട്ട് 5000 റേഞ്ച് വരെയുള്ള കുറച്ച് സാരികളൊക്കെ നോക്കുന്നത്. നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്ന ബ്രൊക്കേഡ് ടൈപ്പാണ് കേട്ടോ. എനിക്ക് വീഡിയോയിൽ അറിഞ്ഞുകൂടാ എന്തുമാത്രം കാണാൻ പറ്റും. നമ്മൾ ബോഡിയിൽ ചെറിയ ഇങ്ങനെ ഒരു ഫ്ലോറൽ ടൈപ്പ് ഡിസൈൻസ് ഇങ്ങനെ ഫുൾ ബോഡിയിൽ പോകുന്നുണ്ട്. വീഡിയോയിൽ അത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല കാണാൻ പറ്റുമെന്ന്. അപ്പോൾ അവിടുത്തെ ചേച്ചിമാർ എന്നെ പറഞ്ഞ് കൺഫ്യൂഷൻ വേണ്ട, രണ്ടെണ്ണം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളങ്ങനെ ഗ്രീനും റെഡും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഇതിൽ ഒരെണ്ണം നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഫംഗ്ഷൻ വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം അമ്മൂസ് ഏതാ എടുത്തതെന്നുള്ളത്. ഇതെടുത്ത് നോക്കണോ? രണ്ടുകൂടെ നോക്കണോ? ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമായ സാരി ഏതാന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ വളകാപ്പ് ഫംഗ്ഷൻ കുറച്ച് ദിവസമൂടെ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മൾ അതുകൊണ്ടാണ് വേറെ ഷോപ്പിലൊന്നും പോയി നോക്കാനൊന്നും നമുക്ക് ടൈം കിട്ടിയില്ല. അപ്പം നമുക്ക് ഇവിടുത്തെ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഏകദേശം ഒരു കളർ കിട്ടിയിട്ടുണ്ട്. നമ്മൾ മാങ്ങ ടൈപ്പ് ഒരു മഞ്ഞ ഉണ്ടല്ലോ, അതാണ് ഞങ്ങൾ രണ്ടുപേരും ഉദ്ദേശിച്ചത് വളകാപ്പിന്. പക്ഷേ ഏകദേശം നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ വീഡിയോ നോക്കുമ്പോൾ കറക്റ്റ് ആ ഒരു മഞ്ഞ പോലെയൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ നമ്മൾ ഫുള്ള് റെഡിയായി ആ ഒരു ഗെറ്റപ്പിൽ വരുമ്പോൾ നമുക്കൊന്നും കൂടെ ഒരു ഓക്കെ ആയിട്ട് നമുക്ക് തോന്നും. ഇപ്പോൾ എല്ലാം കൂടെ കാണുമ്പോൾ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വന്നായിരുന്നു. ഫുൾ യെല്ലോ സാരീസ് തന്നെ ഇങ്ങനെ നോക്കുമ്പം ബോർഡേഴ്സ് മാത്രം ഡിഫറൻസ് നമുക്കപ്പോൾ ഒരു കൺഫ്യൂഷൻ വന്നായിരുന്നു. നമ്മൾ ഇൻസ്റ്റയിലൊക്കെ കുറേ റെഫറൻസൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ പോയത്. പക്ഷെ നമുക്ക് അങ്ങനെ എക്സാക്റ്റ് കിട്ടത്തില്ല. പക്ഷെ നമ്മൾ ഫുള്ള് ഗെറ്റപ്പ് ചെയ്ത് അന്നത്തെ ഫംഗ്ഷനിൽ വരുമ്പം ആ ഫോട്ടോയും കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ പറയണം എങ്ങനെ ഉണ്ടായിരുന്നു. ഇതിലേത് സാരി ഞങ്ങൾ എടുത്തതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. യെല്ലോ വിത്ത് ഗ്രീൻ ആണോ യെല്ലോ വിത്ത് റെഡ് ആണോ എന്ന് പറയണേ. ചോമ്പ് വേണോ പച്ച വേണോ ആദ്യത്തെ? എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു. ഇഷ്ടമായ സാരി ഒരുവിധം ഇഷ്ടമായി വന്നു. നമ്മളൊക്കെ റെഫറൻസ് ഒക്കെ ആയിട്ടാണ് വന്നത്. ഉദ്ദേശിച്ചത് അങ്ങോട്ട് കിട്ടിയില്ല. കിട്ടിയില്ല. പക്ഷെ ഫുള്ള് റെഡിയായി വരുമ്പോൾ അടിപൊളിയായിരിക്കും. പിന്നെ അന്നത്തെ ബ്യൂട്ടി പാർലർ നമ്മുടെ ചേച്ചിയുടെ കയ്യിലിരിക്കുകയല്ല, എല്ലാം ചേച്ചിയുടെ കയ്യിലാണ്. പിന്നെ നമ്മൾ സുദീപിനുള്ള ഡ്രസ്സൊക്കെ നോക്കുമായിരുന്നു കേട്ടോ. സാരിക്ക് മാച്ചായിട്ടുള്ള ഡ്രസ്സ് നോക്കുമായിരുന്നു. ഒരു ജുബായും ഒരു മുണ്ട് ഇടാമെന്ന് വെച്ചായിരിക്കും. ട്രഡീഷണൽ ടൈപ്പുള്ള ഫംഗ്ഷൻ ആയതുകൊണ്ട് എല്ലാവരും ഈ ഒരു ഗെറ്റപ്പിലാണ് റെഡിയായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് അങ്ങനെ നോക്കി അവനും ഇഷ്ടപ്പെട്ടൊക്കെ കിട്ടി കേട്ടോ. പിന്നെ അച്ഛനുള്ളതൊക്കെ എടുത്തു. കുറച്ച് നേരത്തെ അവിടെ പിന്നെ പെട്ടെന്ന് കഴിഞ്ഞു. കുറച്ച് നേരത്തെ ഷോപ്പിംഗ് ജെൻസിനുള്ളായിരുന്നു. അതിച്ച് ലെങ്തും കൂടുതലല്ലേ. അങ്ങനെ സുദീപിനുള്ളതും സെറ്റായി. പിന്നെ മുണ്ടും കൂടെ എടുത്താൽ മതിയായിരുന്നു. പിന്നെ അച്ഛനുള്ളൊരു ഷർട്ട് എടുത്തു, ഒരു വൈറ്റ് കളർ ഷർട്ട്. അച്ഛന് കുറച്ച് ലൈറ്റ് കളേഴ്സൊക്കെയാണ് കൂടുതലും ഇഷ്ടം. അപ്പോൾ നമ്മൾ അതും എടുത്തു. എല്ലാവർക്കും ഉള്ള ഏകദേശം സെറ്റായി. പിന്നെ ലാസ്റ്റ് അമ്മയ്ക്കുള്ള സാരി ഒന്നും കൂടെ ഒന്ന് ഞങ്ങൾ നോക്കാൻ പോയി കേട്ടോ, അത് തന്നെ മതിയോ എന്നുള്ളത്. അപ്പം അങ്ങനെ നമ്മൾ അതും ഫിക്സ് ചെയ്തു. പിന്നെ അമ്മയ്ക്ക് മാറ്റിയെടുക്കണമെങ്കിൽ മാറ്റിയെടുക്കാമെന്ന് വെച്ച് നമ്മളെല്ലാം പിന്നെ ഒരു സമയം കൊണ്ട് വരാമെന്ന് വെച്ചിരിക്കുവാണ്. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് എല്ലാ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഇറങ്ങുവാണ്. വൈകുന്നേരം കേട്ടോ നമ്മൾ പോയത്, ഒരു 5 മണി സമയത്താണ് പോയത്. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് എല്ലാം പെട്ടെന്ന് ഷടപടയെന്ന് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇറങ്ങുവാണ്. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ടാറ്റ പറയാം.